നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ അമ്മേ. ആ മോളെ, നീ എവിടെയാ? ഞാൻ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അമ്മേ. ഫോൺ രാജീവ് സാറിന്റെ അടുത്ത് വെച്ചിട്ടാ പോയത്. ആ, രാജീവ് സാറിന് ഒരു ആശുപത്രി കേസ് വന്നതുകൊണ്ട് മെസ്സിന്റെ കാര്യങ്ങളൊക്കെ കെട്ടിപ്പൂട്ടിയോ നീ? ഇനിയിപ്പോ വിജയലക്ഷ്മിയുടെയും കൃഷ്ണൻകുട്ടി ചേട്ടന്റെയും മാത്രം കാര്യങ്ങൾ നോക്കിയുള്ള അടുക്കള ജീവിതം മതിയെന്നാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല അമ്മേ. സാറിനെ നോക്കാൻ ആരെങ്കിലും വേണമായിരുന്നല്ലോ. സാറിനിപ്പോ ഭേദമുണ്ടല്ലോ. ഇനിയും നീ മടി പിടിച്ചാൽ എങ്ങനെയാ? ഞാൻ എന്താ വേണ്ടത് അമ്മ പറയും. ആ, നിങ്ങളൊക്കെ പഠിച്ച സ്കൂളില്ലേ, ആ മഹാത്മാഗാന്ധി ലോവർ പ്രൈമറി സ്കൂള്, അവിടുത്തെ ശതാബ്ദി ദിനാഘോഷം നടക്കുക. അതേ, ആഘോഷത്തിന്റെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യാനുള്ള ചുമതല ആർക്കാന്നറിയോ? ആർക്കാ? ഇടി നമുക്കടി, കുടുംബശ്രീക്കാ. കുടുംബശ്രീക്കോ? ആ, എന്താ വിശ്വാസമായില്ലേ? എടി, നമ്മളാടി അത് ചെയ്യാൻ പോകുന്നേ. ശരി ശരി, ഞാൻ വയ്ക്കാട്ടാ. ശരി അമ്മ. എന്താണോ വലിയ സന്തോഷത്തിലാണല്ലോ? ഇതിൽ പരം എന്ത് സന്തോഷം ഉണ്ടാകണേ സാറേ? ഞാനും ശാലിനിയും ശ്യാമയൊക്കെ പഠിച്ച സ്കൂളില്ലേ, മഹാത്മാഗാന്ധി മെമ്മോറിയൽ. ആ, ഓർമ്മയുണ്ട്. ഈ ഗാന്ധിജിയുടെ സന്ദർശനത്തോടെ പേര് മാറ്റി LP സ്കൂളല്ലേ? ആ അതെ. അവിടെ ശതാബ്ദി ദിനാഘോഷത്തിനെ ഉച്ചഭക്ഷണത്തിന്റെ ഓർഡർ ആർക്കെന്നറിയാമോ? നമ്മുടെ കുടുംബശ്രീക്ക്. ഗവർണറൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാ. നിസ്സാര കാര്യമല്ലല്ലോ. അപ്പം അല്ലെന്നേ, കുടുംബശ്രീക്ക് കിട്ടിയിരിക്കുന്ന ഓർഡറിന്റെ ഒരു പങ്ക് നമുക്കും തന്നിരിക്കുക അമ്മ. എന്തു പറഞ്ഞാലും 4 പിള്ളേര് പഠിക്കുന്ന LP സ്കൂൾ അല്ലേടി? പഴയതുപോലൊന്നും അല്ല സാറേ, ഇപ്പൊ 500 പിള്ളേര് പഠിക്കുന്ന സ്കൂളാ അത്. അപ്പൊ അമ്മയ്ക്കും അമ്മാവനും കോൾ അടിച്ചു. കാശ് കുറെ തടയുമല്ലോ. ഇത്തവണ അത് മനസ്സിലിരിക്കത്തുള്ളൂ സാറേ. 10ന്റെ പൈസ കൊടുക്കില്ല രണ്ടാൾക്കും. എന്റെ കയ്യിൽ നിന്ന് കാശുറ പിടുങ്ങിയതല്ലേ, ഇനിയില്ല. ഈ പണം എനിക്ക് വേണം സാറേ. അപ്പൊ ഇയാള് പഠിച്ച സ്കൂളിലെ ശതാബ്ദി ദിന ആഘോഷത്തിന് സദ്യ വിളമ്പാൻ പോകുന്നതിന് സന്തോഷം മാത്രമല്ലേ ഈ മുഖത്ത്? ഒരിക്കലല്ല സാറേ. ഇപ്പൊ എനിക്ക് മുന്നില് 1 ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സാറിന്റെ പണം മാത്രം ലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തില് അട്ടകളായി കടിച്ചു തൂങ്ങി ചോര കുടിക്കുന്ന ജീവികളെ എത്രയും പെട്ടെന്ന് തോണ്ടിയെടുത്ത് ഈ വീടിന് പുറത്തെറിയണം. എങ്ങനെയെങ്കിലും ആ പണം കൊടുത്തു വീട്ടണം. ശാരദാമ്മയുടെ മകളാണെങ്കിൽ ശാരിക അത് വീട്ടിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.